ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ മേഴ്സീസ് കസിറ്റ. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വയനാട്ടിലേക്കാണ് യാത്രയായിരിക്കണേ. ഞങ്ങൾ ഫാമിലി മൊത്തം ഉണ്ട്. പിള്ളേരൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ വയനാടൻ യാത്രയിൽ അപ്പോൾ അവർ ഓരോ ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ 1 2 3 4 അങ്ങനെ എണ്ണിക്കൊണ്ടാണ് ഓരോ വളവും കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മങ്കീസിനെയൊക്കെ കാണുമ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ടൊക്കെ ഇങ്ങനെ കമൻറ്റുകളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തിട്ടാണ് ഈ യാത്ര കേട്ടോ. ഇതിക്ക് മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയായി. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ കൽപ്പറ്റയിൽ മൂരിക്കാപ്പ് എന്ന് പറഞ്ഞ ഒരു ഹോംലി ഫുഡിൻ്റെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. ഒരു ചെറിയൊരു സെറ്റപ്പായിട്ടുള്ളൊരു ഹോട്ടലാണ്. പക്ഷേ അവിടുത്തെ ഫുഡാണ് ഗംഭീരം. പിന്നെ കൽപ്പറ്റയിലെ സ്പെഷ്യലായ പോത്തുംകാല്. അപ്പോൾ മോൻ അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വലിയ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി അത് ട്രൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ എങ്ങനെയൊക്കെ കഴിക്കണ്ടേന്നൊക്കെ അതിൻ്റെ സപ്ലൈ ചെയ്ത ആ ചേട്ടൻ എല്ലാം പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നൈഫൊക്കെ വെച്ച് അത് ചെത്തിയെടുത്ത് എല്ലാവരും പരസ്പരം കൊടുത്ത് എല്ലാവരും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ റേറ്റിന് കേട്ടോ ഏറ്റവും ആകർഷകം 550 രൂപയാണ് 2 പേർക്ക് കഴിക്കാനുള്ള ഒരു സെറ്റിന്. അപ്പോൾ അത് അതിൻ്റെ ഒപ്പം നെയ്ച്ചോറ്, പൊറോട്ട, ടയർ പത്തിരി, പിന്നെ ജ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോത്തിങ്കാല ഒഴിച്ച് ബാക്കിയൊക്കെ അൺലിമിറ്റഡാണ്. പിന്നെ വേറെ ചോറും കറികളും മീൻ വറുത്തതും അങ്ങനെ എല്ലാം ആയി. ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. വഴിയൊക്കെ അവരോട് ചോദിച്ചിറങ്ങി. അങ്ങനെയാണ് അപ്പോൾ പ്ലാന്റം റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള റോക്കാണ് കടന്നു പോയത്. അങ്ങനെ ഞങ്ങൾ പൂപ്പൊലിയിലെത്തി. പൂപ്പൊലിയിലത്തെ കാഴ്ചകളാണ് നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാ വർഷവും അത് അവിടെ ഉണ്ടാവും കേട്ടോ. നമ്മൾ പൂപ്പൊലി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടുത്തെ എക്സിബിഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ മടങ്ങുന്നത് മേപ്പാടി കൂടിയാണ് മടങ്ങുന്നത്. അപ്പോൾ നമുക്ക് താമരശ്ശേരിയിൽ എത്താനായിട്ടുള്ള ആ റൂട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് മേപ്പാടി കണ്ടപ്പോൾ നമുക്ക് ഈ ചൂരൽമലയെക്കുറിച്ച് ഓർമ്മ വന്നു. അപ്പോൾ നമ്മളിന്ന് അവിടേക്ക് കുറച്ചും കൂടി മേപ്പാടിയിൽ നിന്ന് ദൂരമുണ്ട്.
റോഡ് മോശമാണ് എങ്കിലും ഞങ്ങൾ ആ വഴിക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ഇറങ്ങി ചൂരൽമല എത്തി. ചൂരൽമലയിലത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ മനസ്സൊക്കെ വളരെ വേദനിച്ചു. എല്ലാവരും ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒരു ലഹളയോ തിക്കും തിരക്കോ ഒന്നുമില്ല. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. അവിടുത്തെ കാഴ്ചകളാണെങ്കിൽ ഭംഗിയുള്ള പുഴയാണെന്ന് ആയിരുന്നു എന്ന് പറയണേ. അത് ചെറുതായി ഒരു ചാല് പോലെയാണ് ഒഴുകണത്. അതുപോലെ സ്കൂളിൻ്റെ അവസ്ഥ കണ്ട മഹാപരിതാപകരായി. എല്ലാ വീടുകളിലും താഴ്പാർപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ചെളിയും മണ്ണൊക്കെ കയറിയിട്ട് ആ വീടുകളൊക്കെ നശിച്ചു. ഏതാണ്ട് ഒരു യുദ്ധം കഴിഞ്ഞ യുദ്ധഭൂമി പോലെയാണ് ചൂരൽമല. പിന്നെ ബെയിലി പാലം കണ്ടു. അതിൻ്റെ അപ്പുറം കടന്ന് നമുക്ക് പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഇതെല്ലാം വാച്ച് ചെയ്യുക. പിന്നെ നമുക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഓക്കെ, വീണ്ടും വരുന്നവരെ ഓക്കെ, താങ്ക് യു.